ഹായ് ഗൈസ്, ഇപ്പോൾ കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് മുരിങ്ങ കൊണ്ടൊരു താളിപ്പ് ഉണ്ടാക്കി വെക്കാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കണ്ട കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവല്ലേ. ഇപ്പം മുരിങ്ങൻ്റെ ഇലയൊക്കെ ഞാൻ ഇതേമാതിരിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, എടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം നോക്കണം കേട്ടോ, പല പ്രാണികളുണ്ടാവും. അപ്പോൾ നല്ലവണ്ണം നോക്കി എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇവിടെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ചീരപ്പറങ്കൾ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ചീരപ്പറങ്കൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ടാൽ. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാ പച്ചമുളക് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നെ ചട്ടിയൊക്കെ വെച്ചതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് നല്ല വാട്ടിയെടുക്കുക കേട്ടോ. വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. കഞ്ഞിവെള്ളം തിളച്ച അല്ല, നല്ല കട്ടിയുള്ള വെള്ളം എടുക്കരുത് കേട്ടോ. നല്ല അതിൻ്റെ തെളിവെള്ളം എടുക്കാം കേട്ടോ. കട്ടിയുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് അധികമായിരിക്കും. അപ്പോൾ അതിൻ്റെ തെളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മുരിങ്ങയിലല്ലേ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വരാം കേട്ടോ. ഇതാ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടില്ലേ അതൊക്കെ ഇതാ തളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടതിൻ്റെ ശേഷം ഒന്ന് നോക്കുക. ഉപ്പ് പാകമാക്കിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കിടുക. 5-10 മിനിറ്റ് കൊണ്ട് ആകാവുന്ന ഒരു എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചിക്കൻ കറിനേക്കാളും ബീഫ് കറിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് എനിക്ക്, സത്യം പറയാലോ. ഭയങ്കര ടേസ്റ്റിയാണിത്. അപ്പം നിങ്ങളെ വീട്ടിൽ ഇല ഉണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഇലയൊക്കെ ഇതാ നല്ലവണ്ണം തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് 2 ഇല എടുത്തിട്ടൊന്ന് വായിലിട്ട് നോക്കാം വെന്തണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാ നല്ല തളിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. 5-10 മിനിറ്റ് തിളപ്പിച്ചാൽ തന്നെ നമ്മളെ ഇല ഇതാ നല്ല വെന്തിട്ടോ. ഇനി ഒന്ന് വെന്തണമെന്ന് നോക്കണമെങ്കിൽ 2 ഇല എടുത്തിട്ട് വായിലിട്ട് നോക്കിയാൽ ആ ഒരു ചമർപ്പുണ്ടാവും, അത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഇല ഇതാ നല്ല വെന്തിട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ വെന്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇന്നത്തെ ചോറിന് കൂട്ടാൻ കറി ഇതാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നാളെ വരും കേട്ടോ.